Thank you. Bye. നമ്മൾ എന്ത് ചെയ്യുന്നു? തോട് നമ്മളൊരു ബംഗാളി സൂം ചെയ്യുന്ന നമ്മളെ തട്ടിക്കൊണ്ടുപോകും. ഉണ്ണിയപ്പം കൊണ്ടുവരാം. ഓക്കെ ചെയ്യാം. താങ്ക് യു. സീറ്റ് ബെൽറ്റ് ഇട്ടോ. ഇന്ന് ജൂൺ 20th. ഇന്നും നാളെയും അമ്മന്റെ ഫുഡ് ബിസിനസിന്റെ ഒരു സ്റ്റോൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ക്ലബില് പോപ്പപ്പ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പോവാണ്. ഒരു കാടും പടലൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. മെയിൻ ആയിട്ട് എന്താ പറയാ, അവലൂസ് പൊടി, അച്ചാറ്, സർബത്തൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് എന്താ സർബത്ത് ഉപ്പിലിട്ടതൊക്കെ നമ്മൾ ഒഴിവാക്കി. മഴയല്ല, ആരും അങ്ങനെ വാങ്ങുന്നൊന്നും ഉണ്ടാവില്ല. സോ അമ്മ പച്ചക്കറി ഇറക്കിയിട്ടുണ്ട്. ചെടി, പിന്നെ പച്ചക്കറി, പഴം, അതെല്ലാം ഉണ്ട്. യെസ്, ഇനി അവിടെ ചെന്നിട്ട് കാണാം. 2 ദിവസത്തെ ഒരു ഇവന്റ് ആണ് ഇത്. ബട്ട് ഞാൻ ഫസ്റ്റ് ഡേന്റെ വീഡിയോ മാത്രമേ എടുക്കുന്നുള്ളൂ. 11 കേട്ടോ നമ്മളോട് ഇനോഗ്രേഷൻ ടൈം പറഞ്ഞത്. ആസ് യൂഷ്വൽ നമ്മൾ ഒരു 10:30 ഒക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. അവിടെ ചെന്നിട്ട് വേണം ടേബിൾ എല്ലാം സെറ്റ് ചെയ്യാൻ. ഇനീഷ്യലി നമ്മൾ ഉള്ളിലായിരുന്നു സ്റ്റോൾ വെച്ചത്. ബട്ട് ചെടിയൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തോട്ടാക്കാന്ന് വെച്ചു. കറക്റ്റ് ടൈം ആയപ്പോഴത്തേക്ക് നമ്മൾ ഫുള്ള് സെറ്റാക്കി. With all the members and our management committee team, and especially the ladies wing who has made this a success. This is the first initiative of the ladies team to make it. They are welcome. The board is open for all. How much? 100? Really? Not bad. Thank you. All the best. Thank you. Bye. അമ്മന്റെ ഫ്രണ്ട്സും നമ്മളെ കൂടെ ടേബിള് ഷെയർ ചെയ്യുന്നുണ്ട്. അവരുടേത് ക്ലോത്തിങ് ആണ്. JB ക്ലോത്തിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഓൾസോ അവർക്കുണ്ട്. ഫ്രണ്ട്സ് ഓരോരുത്തർക്കും ഇങ്ങനെ പിടിയെടുത്ത് കൊടുക്കുകയായിരുന്നു. കഴിച്ചോ കഴിച്ചോ, അല്ലെങ്കിൽ ഈ എന്റെ കടയെ കൊണ്ട് വെച്ചോ എന്നൊക്കെ ഇങ്ങനെ വെറുതെ പറയായിരുന്നു. ഇതിന് സ്റ്റാപ്ലർ ഒട്ടിക്കായിരുന്നു. ഏതൊട്ടിക്കണ്ടേ? പിന്നെ ഇത് ബിരിയാണി ഉണ്ടാക്കിയ കോഴിയട സ്പെഷ്യലാണ്. തൃശ്ശൂരത്തെ ആളാണ്. അപ്പം കോഴിയട ആദ്യമായിട്ടല്ലേ അതെ ഇന്നലെ കഴിച്ചു. വരും കഴിക്കും. സിമ്പിളാണ്. ഇതൊന്നും അവിടെ കേൾക്കില്ല. നല്ല ഫുൾ നല്ല ഡ്രൈ ആയിട്ട്. ഇത് ചിക്കനാണ് ബീഫാണോ? ചിക്കൻ ഉണ്ട്. സൂപ്പർ. എത്തിയിട്ടില്ല ഇതുവരെ. കഴിച്ചോണ്ടിരിക്കുക. നിർത്താൻ പറ്റുന്നത് സൂപ്പറാണ് സംഭവം. ദി ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ്. ചെയ്തതാണ് ചെമ്പാവ അരിന്റെ 100 rupees. സാരി കോട്ടനാണ് സാരി. ചമ്മന്തിപ്പൊടി വേണോ? സൂപ്പറായിരുന്നു. അതില്
ഇത് ഇവിടുത്തെ കഫറ്റീരിയ മാതിരി എന്തോ ആണെന്ന് തോന്നുന്നു. ആൻഡ് ദിസ് ഇസ് എ പൂൾ. എന്തേ പറയാണ്ടോ? നല്ല ആംബിയൻസ് ആണ്. നിങ്ങൾ വന്ന് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. പുറത്തുനിന്ന് ആൾക്കാർ അലൗഡ് ആണോന്ന് എനിക്കറിയില്ല കേട്ടോ. പേരെന്താ? നിന്റെ പേരൊക്കെ പറ. എൻ്റെ പേര് ഇവ. സോ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ്. ഇവിടെ നല്ല കാമാണ്, പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. യാ, യു ഹാവ് ടു ട്രൈ. അപ്പൊ നമ്മൾ ഇനി ഫുഡ് കഴിക്കാനാണ് കഴിച്ചത്. നമ്മൾ ഇപ്പൊ കയറിയിരിക്കുന്നത് എക്സ്ക്ലൂസീവ്. ഇവിടെ പറയുന്നൊന്നും കേൾക്കുന്നില്ല. നമ്മളെ പുറത്താക്കിയതല്ല, ഇവിടെ ഫുഡ് ഇല്ല. നമ്മൾക്കാണ് വിശന്നിട്ട് നമ്മളിപ്പോ എന്ത് ചെയ്യാൻ നമ്മൾ പ്ലാൻ മാറ്റാണ്. സോ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വിളിച്ചു നോക്കാൻ പോവാ. നെയ്ച്ചോറൻ ചിക്കൻ കഴിച്ചോണ്ടിരിക്കുകയാണ്. വന്നിട്ടില്ല, വെയിറ്റിംഗിലാണ്. നമ്മള് എന്തെല്ലോ കളി കളിച്ച് കുറെ നേരം അവിടെ നിന്ന് അവിടെ ഫുഡില്ല. അപ്പം നമ്മൾ കൂടെ ഉണ്ടായിരുന്ന രണ്ടാൾക്കാര് സ്നാക്സ് കഴിച്ച് അവർക്ക് വയറ് ഫുള്ളായി. ആൻഡ് ഞാൻ സ്നാക്സ് കഴിച്ചില്ല, ബിക്കോസ് എണ്ണക്കടി ആൻഡ് ഷുഗർ. പക്ഷെ ഞാൻ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത് ബിരിയാണിയാണ്. പോയിന്റ് വിശന്നിട്ട് വയ്യ, വിശന്നിട്ട് തലവേദന ആൻഡ് കണ്ണുവേദന എല്ലാം എടുക്കുന്നു. നമ്മൾ വന്ന സ്ഥലം നോക്കി ഗൈസ്, നല്ല ആംബിയൻസ് ഒക്കെ ഓടിട്ട് നല്ല. പക്ഷെ ബിരിയാണി വേണോ? മതിയായോ? ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും ക്വാണ്ടിറ്റി കഴിക്കാൻ പോണത്. ആഫ്റ്റർ മൈ ചാലഞ്ച് ചിക്കൻ തന്നെയാണെന്ന് തോന്നുന്നു ക്വാണ്ടിറ്റി. ചൂടുണ്ട്, നല്ല ചൂട്, നല്ല സുലൈമാനി. നമ്മൾ ഫുഡ് കഴിച്ചു, മനസ്സും ഫുള്ള് വയറും ഫുള്ള് സന്തോഷത്തിലാണ്. ഇവള് വീട്ടിൽ പോകാൻ നിന്ന ആളാ. ആ ആള് വിഷമത്തില് പോകാൻ വേണ്ടി കരയായിരുന്നു. എന്നിട്ട് ഇവള് ഇവിടെ തന്നെ നിക്കാന്ന് വിചാരിച്ചു. എന്തുകൊണ്ട് ഫുഡ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് മാറിപ്പോയി. ജോളി. നമ്മളെ കൂടെ ഒരാളും കൂടി ഉണ്ട്. എക്സ്ട്രാ ഹാപ്പി. നമ്മളെ കൂടെ ഒരാളും കൂടി ഉണ്ട്. കാണിച്ചെടുക്ക്. ഇവളത്ര നീളമുണ്ട് ഇതിന്. നമ്മുടെ പുതിയ മെമ്പർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് മെമ്പർ. നല്ല മഴയായിരുന്നു ഇവിടെ, പക്ഷെ ഇപ്പൊ മഴയൊക്കെ പോയി, വെയിലുണ്ട്. ചെറിയ മഴ ഉണ്ടോന്ന് എനിക്കറിയില്ല. നമുക്ക് വണ്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ബാക്കിലൂടെ പോലെ നമ്മുടെ ബാക്കിൽ പോകുന്ന വണ്ടികൾ വരാറ്. നമ്മൾ സൺസിസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സിബിഷൻ? ഓൾ ഇൻ ഓൾ ഇതുവരെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുവരെ നമ്മുടെ എക്സിബിഷൻ ഭയങ്കര ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിട്ടാണ്. എല്ലാവരും ഉത്സാഹിച്ച് ഏത് വേണം, അതെടുക്കണം, ഇതെടുക്കണം. നമ്മുടെ സ്റ്റോളിൽ വന്നിട്ട് ആൾക്കാർ ഫുള്ളും ക്യൂ ആയിട്ട് നിൽക്കാണ്. ബിക്കോസ് എന്തുകൊണ്ടാ നമ്മളതാണ് ഏറ്റവും ഫ്രണ്ട് തന്നെ. എന്തോ ഭാഗ്യത്തിനാണ് നമുക്ക് നമ്മുടെ ഐശ്വര്യ നമ്പർ 1 ആണ്, ലക്കി നമ്പർ 1 ആണ്. സോ നമുക്ക് അതന്നെ കിട്ടി. നീ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ? ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ എക്സിബിഷൻ സംഭവങ്ങളൊക്കെ. ഇവിടെ ആക്ച്വലി തൃശ്ശൂർ നാട്ടോ. വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഗൈസ്? ഷീസ് നോട്ട് ഫ്രം കോഴിക്കോട്. ഞാൻ വേറെ അന്യരാജ്യത്ത് വരുന്നതാണ്. ഇപ്പൊ +2 കഴിഞ്ഞിട്ട് തേരപാര നടക്കാൻ ഒരു പണിയില്ല, ഒന്നുമില്ല, ജോലിയില്ല. ഇപ്പൊ കേറും ട്ടോ. ഇവിടെ ഡിഗ്രിക്ക് കയറും, ഞാൻ PGക്ക് കയറും. ഞങ്ങൾ രണ്ടാളും തൊഴിൽ രഹിതരാണ്. അൺഎംപ്ലോയ്മെന്റ് വെറുതെ ഓസിക്ക് ഫുഡ് അടിക്കുക. അതിന്റെ ഒരു സുഖം ആരെയും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ? അത് അതൊക്കെ നമ്മളെ കൊണ്ടേ പറ്റൂ.
ഇവിടെ ഫുൾ ചളി പിളിയാണ്. നിങ്ങൾ കാണുക, ഞങ്ങളുടെ കോലം നോക്ക്, ഞങ്ങൾ എങ്ങനെ വന്നവരാണ്. ഇപ്പൊ ഞങ്ങൾ ഫുള്ള് വെള്ളത്തിലായി. ഇതാണോ നമ്മളെ വഴി? ഇതല്ല, നിങ്ങൾ വണ്ടികളൊക്കെ നമ്മളൊരു കാറ് ഹോൺ അടിച്ച് പേടിപ്പിച്ചു. വഴി തെറ്റിയിട്ടില്ലല്ലോ അല്ലേ? ഇല്ലില്ല. നടക്കാണ്ടായിരുന്നു. ഞങ്ങൾ ഞാനും ഇവളെ ആന്റിയും കാറിലാണ് വന്നത്. അപ്പൊ എനിക്ക് ഇവർക്ക് അറിഞ്ഞില്ല, ഇവര് നല്ല സ്പീഡിലെത്തി. പക്ഷെ ഞാനും ആ ആന്റി വെള്ളം അമ്മയും കൂടി ഞങ്ങൾ നടന്നിട്ടാണ്. അവിടേക്ക് പോയാലോ? അപ്പല്ലേ ഓക്കെ, ഞാൻ കാര്യം പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്തായിരുന്നു, ഫുഡ് കഴിക്കാന് നമ്മള് ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടാവും ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പം തന്നെ. ഇതിന്റെ ഉള്ളിൽ തന്നെ, ഈ എക്സ്ക്ലൂസീവ് ക്ലബിന്റെ ഉള്ളിൽ തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ എന്തായിരുന്നു അവസ്ഥ? അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്യാൻ നിന്നു. പക്ഷെ ഓർഡർ ചെയ്ത സംഭവം ഫ്രൈഡേസ് ആയിരുന്നു. പക്ഷെ അത് എത്താൻ 1 hour പിടിക്കുന്നതാണ് അവിടുത്തെ മാസ്റ്റർ ആയിട്ടുള്ള ഷെഫ് ഞങ്ങളടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി ഹംഗ്രി, വേദന. അതെ, ഇവിടെ തോട് പോകുന്നുണ്ട്. ഓ മൈ ഗോഡ്, തോട്. ഈ തോട് കണ്ടിട്ടുണ്ടോ? ഇല്ല. തോടിന്റെ ഉള്ളിൽ കൂടെ സൺസെറ്റ് പോണ കണ്ടിട്ടുണ്ടോ? സൺറൈസ്. ഇതൊക്കെ ഇവിടെ വന്നിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ എന്തായാലും സൺറൈസ് എവിടെ? എവിടെയും ഇല്ല. ഈ തോട്ടിൽ കുളിച്ചിട്ടുണ്ടോ? ഇല്ല. കുളിപ്പിച്ചോ? വേണ്ട. ഇങ്ങോട്ടാ പോണത്? എങ്ങോട്ടൊക്കെ വഴി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഇവിടെ ഒരാൾക്ക് വഴി അറിയണമുണ്ട്. വന്ന വഴി എനിക്കറിയാം. അപ്പൊ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമ്മള് എവിടെ വന്ന വഴി ഞാൻ മറക്കില്ല. ഈശ്വര, സൈഡിൽ നിന്ന് ഓക്കെ. കഥയിന്ന് വല്ലാതെ മാറുന്നുണ്ട്. എവിടെ നിർത്തിയ ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ് അവിടുന്ന് എന്റെ അമ്മയ്ക്കാണ് വിശന്ന് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് പുറത്തില് ഇറങ്ങി ചെന്നു. സമൃദ്ധി പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ ഫുഡ് ഉണ്ടോ നോക്കാൻ. കാരണം ഉച്ചയൂണാന്റെ സ്പോട്ടാണ്. സോ അവിടെ തീർന്നിട്ടുണ്ടാവല്ലോ, ഉച്ചയൂണാണല്ലോ. അതെ, അവിടെ ചെന്നപ്പം ഉണ്ടായിരുന്നു അവിടെ നല്ല ഫുഡൊക്കെ. ഇവര് നെയ്ച്ചോറ് ചിക്കൻ കഴിച്ചു, ഞാൻ ചിക്കൻ ബിരിയാണി കഴിച്ചു. അങ്ങനെ എന്നിട്ട് അമ്മ പെട്ടെന്ന് അമ്മക്ക് അതെ സ്റ്റാളിന്റെ സംഭവങ്ങളൊക്കെ. എന്നിട്ട് ഇവിടെ ആന്റിയും ഞാനും ബിനി ആന്റിയും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. സോ അപ്പം എന്താ പറയാ, അവിടെ തന്നെ നിന്നപ്പോ ആന്റിയും മറ്റേ ആന്റിയും സ്നാക്സ് കഴിച്ചിട്ട് വയർ ഫുൾ ആയിട്ട് അവർക്ക് കിട്ടിയപ്പോ അവര് നല്ല അങ്ങോട്ട് കടക്കണോ? അവിടെ കുളമാണ്. ചൂണ്ടി കാണിക്കുന്നത് നാളെ കാണാൻ പോകുന്നു. താങ്ക് യു. ഇപ്പൊ ഒരാള് വ്ലോഗ് അടിപൊളി എന്നല്ല പറഞ്ഞത്. സ്റ്റോളിന്റെ കഥ പറയാൻ വന്ന ഞാന് ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് ആവുന്നുണ്ടോ? നിങ്ങൾ കാണാത്ത പല സ്ഥലങ്ങളും ഞങ്ങൾ കാണിച്ചു തരാം. മൈ ഗോഡ്, ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആയി. ഞങ്ങളിങ്ങനെ ചെറിയൊരു സ്പേസിലൂടെ നടക്കുന്നത്. നമ്മളെ കഴുത എവിടെ വരെ എത്തി? അവര് സ്നാക്സ് കഴിച്ചു. അവര് സ്നാക്സ് കഴിച്ചു, വയറ് ഫുള്ളായി. പെരുമഴ. നല്ല ഇവളെ ആന്റിന്റെ ഞാനും മൈക്കൊക്കെ എവിടെ വെച്ചിട്ടാ? സോറി. അപ്പൊ ഇത് പിടിക്കല്ലേ, എയർ അടിക്കും. അപ്പം ഇവളെ ആന്റി എന്നെ കാറില് ഇവരെ അടുത്തേക്ക് കൊണ്ടുപോയി. ഞങ്ങള് വേഗം ഓടി ചെന്നു കേട്ടോ. ഞങ്ങള് കയറ്റം കയറി. ഫുഡ് കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. മീൻസ് കഴിച്ചുകൊണ്ടിരിക്കണു. ആ ടൈമിലാണ്. അപ്പത്തേക്ക് ഇവള് ആന്റിനോട് നിക്കാൻ പറ, എനിക്ക് വീട്ടിൽ പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയി. പക്ഷെ എന്താ, ഫുഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് മാറി. ഇവിടെ നിന്നാ മതി. അതെ, നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് മാപ്പിനെ വിളിക്കണം. ഓപ്ഷൻ ഉണ്ട് നിനക്ക്. ഇതിലൂടെ പോണോ, ഇതിലൂടെ പോണോ, ഓർ ഇതിലൂടെ പോണോ? നമ്മള് നിക്കണ ഇതനുസരിച്ച് നമ്മൾ ഇതിലൂടെ പോകുന്നതായിരിക്കും നല്ലൊരു. നമുക്ക് എപ്പോഴും നമ്മള് സ്ട്രെയിറ്റ് റോഡ് തന്നെ പോവാ. നേർവഴി ചൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയൊക്കെയാണ് വന്നത്, വീഡിയോ ഉണ്ട് നമ്മളെ, അങ്ങനെ തിരിച്ചു പോവാന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മള് എന്താ പറയാ, ഏതൊക്കെ വീടിന്റെ ഇടയിൽ കൂടെ നമ്മള് വലിഞ്ഞിട്ട്
ഇവിടെ ആക്ച്വലി തൃശ്ശൂരില് ഇവളെ ആന്റീന്റെ വീട്ടില് നിക്കാൻ വന്നതാ. അപ്പൊ ഇവളെ ആന്റിക്കാണല്ലോ ഫുൾ ഉത്തരവാദിത്തം. അതെ, ഇപ്പം ഇവിടെ ഫുൾ ഉത്തരവാദിത്തം എന്റെ തലയിലാണ്. ഇവളെ ആന്റി വിചാരിക്കണ്ടോ, ഈശ്വര എന്റെ കുട്ടി എവിടെ പോയി. ഇവക്കൊരു ഫോണുണ്ട്, വിളിക്കാൻ പറ്റില്ല, വിളിക്കാൻ പറ്റില്ല, മാത്രമേ പറ്റുള്ളൂ ഫോൺ. അതെ, ഇവളെ ആന്റിന്റെ എന്ത് നമ്പറും ഇല്ല. തീരുന്നോട്ടല്ലേ എല്ലാരും. എനിക്കിഷ്ടം അങ്ങനെ എല്ലാരും ഇങ്ങനെ ഇതാക്കുന്നത്. ഞാൻ പണ്ടൊക്കെ എവിടെങ്കിലൊക്കെ പോവുണ്ടാവും, പക്ഷെ വീട്ടിൽ പറയാണ്ട പോവാ. അത് അതിനകത്തൊന്നല്ല. എന്താ അല്ല, അങ്ങനെ തന്നെ. ഞാനങ്ങനെയില്ല, ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അപ്പോഴാണ് കുറച്ച് എന്താ പറയാ ഇത് വരാം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് കൂട്ടണം. ക്രേസി ആയിട്ടുള്ള തിങ്സ് ഒക്കെ. എന്നിട്ട് കുറെ പ്രാവശ്യം കാണാണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ഒരു അവാർഡ് കൊടുക്കണം. കൈ വേന എടുക്കുന്നു ഇത് പിടിച്ചിട്ട്. ഞാൻ പിടിക്കും. വേണ്ട, നിനക്ക് വേനാവില്ലേ? കുറെ നേരം ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല. ഈ കുറച്ച് ദൂരത്ത് ഇങ്ങനെ പിടിക്കണം എന്നുണ്ട്. അപ്പോഴായിരിക്കും എന്റെ ഫേസ് കുറച്ചും കൂടി വൃത്തിയില് കാണാൻ പറ്റുക. അല്ലെങ്കിൽ ഇങ്ങനെ സൂം ആവുമ്പോ എന്റെ വൃത്തിയോട് ഞാൻ കാണിക്കുന്നില്ല. മഴയൊക്കെ ഓർമ്മയുണ്ടോ? മഴയൊക്കെ നമ്മൾ നടന്നു വന്നപ്പോ വന്ന വഴി പോയി. സംസാരിച്ചു വരുമ്പോ ചിലപ്പോ വഴിയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാവും. നോക്ക്, എന്റെ ഫ്രഷ് വാട്ടർ ആണ്. മീനുണ്ടോ? മീന് നമ്മള് കഴിച്ചു, പക്ഷെ എത്ര നല്ല സ്ഥലത്ത് മീനുണ്ട്. കുഞ്ഞു കുഞ്ഞു ചെറിയ നമ്മളത്ര മറ്റേ പ്രകൃതി ഭംഗി. തോട്, ഇങ്ങനെ വെച്ചരാം. മല നമ്മളല്ലേ നമ്മളൊരു ബംഗാളി സൂം ചെയ്യുന്ന നമ്മളെ തട്ടിക്കൊണ്ടു ഇവിടെ ഒരു കൺസ്ട്രക്ഷൻസ് നടക്കാണ്. ഈ വീഡിയോ കാണണമെങ്കിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. ഇവിടെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ബംഗാളി ചെയ്യുന്നു. ഇങ്ങനെ നോക്കുന്നു. ഒരു കാര്യം പറയട്ടെ, ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ദി എക്സ്ക്ലൂസീവ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് പോണ്ടി വരും. ഞങ്ങള് ഓരോ നടി നടന്നെത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ കൈ പിടിക്കണ്ട, നീ ഇങ്ങനെ താഴെ വെക്കും. അപ്പൊ ഞാൻ കൈ തന്നെ പിടിക്കാം. ഇങ്ങനെ തന്നെ ഉണ്ടാവണം. ഞങ്ങൾ ഓരോ നടക്കുമ്പോഴും ഞങ്ങള് എവിടെ എത്തിച്ചേരാന്ന് പറയാൻ പറ്റില്ല. ഇനി നമ്മളൊരു കയറ്റത്തേക്കാണ് പോകാൻ പോണ കേട്ടോ. അപ്പൊ നമ്മൾ സമൃദ്ധിയിലെത്തോ? അതൊക്കെ അവിടെ വയറുവേനാവുന്ന ഉളുക്കി. ഇനി കുറച്ചേരം ഞാൻ വേണമെങ്കിൽ ക്യാമറ പിടിക്കാം. ഇത് ഞാൻ താഴെ കുത്തി നടക്കാൻ പോവാ, ബിക്കോസ് നല്ല സുഖമുണ്ട്. നീ എന്താ എടുക്കുന്നേ? വയറുവേനാവുന്ന ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നീട്ടി പിടിക്ക്. ദിസ് ഇസ് ദി പെർഫെക്റ്റ് ഷോട്ട്. നീ അങ്ങനെ അവിടെ കൈ വെക്കുമ്പോ ഇല്ലേ പോസ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വെച്ചോ. ഇങ്ങനെ കേറ്റങ്കേറി നടന്നുകൊണ്ടിരിക്കാണ്. അവിടെ പട്ടി, നാടൻ പട്ടിയാ. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഒരു കുളമാരി റോഡ് കണ്ടില്ലേ, അവിടുത്തെ അതിന്റെ അക്കരെ എത്തിയത്. പക്ഷെ നമ്മൾ വളഞ്ഞിട്ട് അക്കരെ എത്തിയ മാതിരി തോന്നുന്നു. അതൊന്ന് കാണിച്ചു കൊടുക്ക്. ഇതെവിടെ അറിയോ? ഇത് എന്റെ വീട്ടിൽ മലാപ്പറമ്പ് പാലപ്പറമ്പിലേക്ക് പോകുന്ന ബിവറേജ് ഇല്ലേ, ബിവറേജിന്റെ അവിടെ എത്തി നമ്മൾ. നിങ്ങൾക്ക് കുടിക്കാൻ വേണോ? എനിക്ക് കുടിക്കാൻ ഒന്നല്ലല്ലോ എന്ന സാധനം അവിടെ എത്തി. ഈ വീട് കാണാൻ നല്ല രസമുണ്ട്. ലൈക്ക് സോ പ്രിറ്റി. പറയട്ടെ, അവിടെ നിക്കണ മനുഷ്യനെ നിങ്ങൾ കണ്ടോ? അതാരാണ്? ഞങ്ങൾ. അതെ, ആളവിടെ നിക്കണോണ്ട് നമുക്കൊരു വഴി മനസ്സിലായി. കറക്റ്റ് നമ്മുടെ നമ്മളൊരു പോയിന്റ് ആയിരുന്നു, നമ്മുടെ വ്യൂ പോയിന്റ് ആയിരുന്നു. ഇപ്പോഴും അവിടെ തന്നെ സ്റ്റാച്ചു പോലെ നിക്കുന്നുണ്ട്.
ഇങ്ങനെ തുടങ്ങിയ ബ്ലോഗ് അറിയോ ഇത്? അത് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു. ആക്ച്വലി എനിക്ക് കുറച്ച് സെയിൽസ് ഉണ്ടായിട്ടുണ്ട്. എന്റെ കുറച്ച് എന്താ പറയാ ക്ലാസ് റൂം പ്രൊജക്ട്സ് ഉണ്ടായിരുന്നു കോളേജില്. അത് ഞാൻ ഇവിടെ കൊണ്ട് സെയിൽ ചെയ്തു. അതാണ് കൂടുതൽ പോയത്. എന്റേതാണ് കസ്റ്റമേഴ്സ് കൂടുതലും ഇഷ്ടപ്പെട്ടതും ഒക്കെ അതിനാണ്. ആക്ച്വലി നമ്മൾ വേറെ എക്സിബിഷൻസിനൊക്കെ പോകുമ്പോൾ അത് ആൾക്കാർ ചോദിക്കൽ മാത്രമേ ഉള്ളൂ, ഇതെന്താന്ന്. കാരണം അത് കുറച്ച് കളർഫുൾ ആണ്, അതുകൊണ്ട് ചോദിക്കും. ഇതന്നെയല്ലേ? അപ്പം അതുകൊണ്ട് ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ആരും വാങ്ങലില്ല. 1-2 എന്താ പറയാ 3 എക്സിബിഷൻസ് ആയിട്ട് 2 പോയിട്ടുള്ളൂ. ബട്ട് ഇന്ന് പോയി നല്ലോണം പോയി. ഭാഗ്യനേച്ചിയാണ്. ഭാഗ്യനേച്ചി നമ്മുടെ എല്ലാമാണ്. ഇതെന്റെ ബ്ലോഗാണ്. വെള്ളച്ചായ ഇട്ടുണ്ടാറ്റ ഉണ്ണിയപ്പം കൊണ്ടുവരാം. ഓക്കെ. സന്തോഷ വാർത്ത പറയാനില്ല. എന്താ ആന്റി എന്ത് സന്തോഷ വാർത്ത? ആ സന്തോഷല്ല, നിന്റെ ഒരു കുഷൻ കവർ പോയി. പിന്നെയും എന്റെ കുഷൻ കവർ പോയി. അതുകൊണ്ട് നിന്റെ വന്നൊരു ട്രീറ്റ് ഉണ്ട് ഇപ്പൊ തന്നെ. ഇത് തീരാനായി എന്റെ കുഷൻ കവർ. അതാണ് പോയിരിക്കുവോ? എവിടേക്ക് തെണ്ടി വീഴുകയാണ്. ഞങ്ങൾ ബിവറേജ് പോയി. തൊട്ടപ്പുറത്തല്ലേ കള്ളിഷാപ്പ? അല്ല, ബിവറേജ് ഇല്ലേ കരിക്കാംകുളം. എങ്ങനെ നടന്നിട്ടോ? ഇതിലൂടെ പോയി അങ്ങനെ പോയപ്പോ ഞങ്ങൾ കരിക്കാകുളം ബിവറേജിന്റെ അവിടെ പോയി. എന്നിട്ട് ഇവക്ക് ക്യൂ എല്ലാം കാണിച്ചു കൊടുത്ത്. കോഫിന്റെ കൂടെ ഉണ്ണിയപ്പം ഇതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഉണ്ണിയപ്പം ദാ ഇവിടെ വന്നിരിക്കുന്നു. ഓ മൈ ഗോഡ്. ചക്കയാണോ പഴമാണോ? സൂപ്പർ. ചക്കയാണോ പഴമാണോ? എങ്ങനെയുണ്ട്? ഇവിടെ തുറക്കാനൊരു കഷ്ടപ്പാടാണ്. തുണിയും അതൊക്കെ വെച്ചിട്ടാണ് കഷ്ടപ്പെട്ടൊക്കെ തുറന്നു. നല്ല മോളെ എന്ത് വെള്ളം ഒഴിക്കാത്ത പാലാന്ന് തോന്നുന്നു. ഗണപതിക്കാണല്ലോ ആദ്യം കൊടുക്കണ്ടേ? അടിപൊളി. നമ്മളെ ഭാഗ്യനേച്ചിന്റെ ഒക്കെ അല്ലേ?
കോസ്മെറ്റിക്സിന്റെ അതെന്താ പുതിയതാ? പുതിയ പ്രോഡക്റ്റ്. കോഴിക്കോട് നമ്മളാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. കോസ്മെറ്റിക് സാധനങ്ങൾ നമ്മളെ സമീപിക്കാറുണ്ടല്ലോ, പക്ഷെ നമുക്ക് ഇത് ഭയങ്കര ബെസ്റ്റായി തോന്നിയതുകൊണ്ടാണ്. ആർക്കെന്നായാലും ആ റേറ്റിന് കിട്ടുകയില്ല. ക്ലാമിൻ്റെ ഐലൈനർ സ്മച്ച് പ്രൂഫ്, വാട്ടർ പ്രൂഫ്, രാത്രി വരെ ലാസ്റ്റ് ചെയ്താൽ ലേവിയം ഷൈനിങ് കൊണ്ട് നല്ല ഭംഗിയാണ്. അതല്ല ഈ പാമാണ് ഇത് നമുക്ക് ശരിക്കും ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു നെയ്യിൻ്റെ ഇതാണ് വരുന്നത്, ആ ഒരു വെണ്ണേൻ്റെ ഒക്കെ. അപ്പോൾ ഇത് തേക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ടിപ്സിക്ക് ഇടുക. സോ പ്രൊട്ടക്റ്റ് ബെസ്റ്റ് ആണ്, റേറ്റ് കുറവാണ്. All anti-tarnish accessories. These are priced from 100 to 199. These are priced 200 to 299. These are 300 to 399. Okay. And these are all chains. These are also earrings. In the bracelets and these are 80 rupees. These are 50 rupees. Okay. So ഇതൊക്കെ anti-tarnish ആണ്. Other than these, അപ്പോൾ ഇതിന് കളർ പോകില്ല. It is stay for long. ഇപ്പം this bracelet ആണ് I'm wearing since 2 years. ഒന്നും പറ്റിയിട്ടില്ല. So anti-tarnish ആണ്. Anything you like. And we have for kids also. ചെറിയ cute earrings. These all earrings. Cute teddy bear. These are all only 50 rupees. Very moving in Bangalore. Follow on Insta, please. Follow on Insta. ഇത് വ്ളോഗാണ് സോ യു ക്യാൻ ആസ്ക്. Thank you. Please like, share and subscribe my small Artful. business. Artful Ornaments. സ്കാനർ ഉണ്ടോ? Yes. Insta അല്ലേ? ആ അതല്ലേ? ഇതെല്ലാരും സോറി Page എല്ലാവരും. ഈ പേജ് എല്ലാരും ഫോളോ ചെയ്യാം. Thank you. വീട്ടിൽ നിന്ന് വിളി വന്നു കൊടുക്കുന്നതാണ്. ചൂട് വൈകില്ല, നമ്മളെല്ലാം കുടിക്കാൻ ലേറ്റ് ആയി. ഫൈനലി ഐ ഗോട്ട് മൈ ആക്സസറീസ്. ഞാൻ ക്ലോസിംഗ് ഒന്നും ആവാൻ നിന്നില്ല, ഇറങ്ങി. അമ്മ ആൻഡ് ഫ്രണ്ട്സ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇറങ്ങും. സോ അത്രയ്ക്കായിരുന്നു നമ്മുടെ കുട്ടി ബിസിനസ് ഡേ. നന്നായി പോയി, എല്ലാവരും ഹാപ്പി.